ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും കുറച്ച് പാലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കേക്കാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമുക്ക് പെട്ടെന്നൊരു കേക്കൊക്കെ കഴിക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കും കൂടെയാണിത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ടൈഗർ ബിസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ 20 രൂപയാണ് ഇതിൻ്റെ വില. പിന്നെ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ, മിക്സിയിലിട്ടിട്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ബിസ്ക്കറ്റിലേക്ക് ചേർക്കേണ്ടത് പാലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇളം ചൂടുള്ള പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. 1 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാൽ അതിലിട്ട് മിക്സ് ചെയ്തെടുക്കാം, മിക്സിയുടെ ജാറിൽ തന്നെ. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പരിപാടി കഴിയും. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇളം ചൂടുള്ള പാൽ ചേർത്തോണ്ടെങ്കിൽ നന്നായിട്ട് ഇത് മിക്സായി വരും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി പഞ്ചസാര ചേർക്കണം കേട്ടോ. കേക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചും കൂടി പഞ്ചസാര വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. പഞ്ചസാര പൊടിച്ചതാവുമ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അലുമിനിയം ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ റിങ്ങും വെച്ച് കൊടുക്കുക. പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കേക്ക് ടീൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേക്ക് ടീനിലോട്ട്. കേക്ക് ടീൻ തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൽ വേണമെങ്കിലും കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ബട്ടർ ഫോയിൽ പേപ്പർ അതേ അളവിലൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബട്ടർ ഫോയിൽ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഡസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള കേക്ക് ടീൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്ക് ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റൊക്കെ മിക്സ് ചെയ്തെടുത്തോണ്ട് തന്നെ ചില ബിസ്ക്കറ്റൊക്കെ മെൽറ്റ് ആവാതെ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നല്ല പോലെ സോക്കായിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കട്ട പിടിച്ചിരിക്കുന്ന ബിസ്ക്കറ്റൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വന്നോളും. പിന്നെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കട്ടയൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ കണ്ട നല്ല സ്മൂത്തായിട്ടാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ അളവിൽ പാലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വരും. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ബിസ്ക്കറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന കേക്ക് ആയതുകൊണ്ട് ഉപ്പൊന്നും ചേർക്കണ്ട. പിന്നെ 1 ടീസ്പൂൺ പാലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 1 കപ്പ് പാലെടുത്തില്ലേ, അതിൽ നിന്ന് 1 ടീസ്പൂൺ ബാക്കി വെച്ചാലും മതി. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ചേർക്കുക. ഇനിയിപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കേക്ക് ടിന്നിലോട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല റിബൺ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ വേണം കേട്ടോ, എന്നാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് നല്ല പോലെ ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 7-8 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കേക്ക് ടീന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ ഒരു 30-35 മിനിറ്റൊക്കെ ബേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുക. എന്നിട്ട് ബേക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൂടി എക്സ്ട്രാ വെച്ചാൽ മതി. ഞാനിപ്പോൾ 30 മിനിറ്റിന് ശേഷം ഒന്ന് നോക്കിയിരുന്നു. അപ്പോൾ ശരിക്കും കുക്കായിട്ടില്ല. പിന്നെ 40 മിനിറ്റിന് ശേഷമാണ് കേട്ടോ വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലിയർ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ തണുത്തതിന് ശേഷം വേണം നമ്മൾ കേക്ക് ടിന്നിൽ നിന്ന് എടുക്കാൻ, എന്നാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അരികുവശമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലോട്ട് കമഴ്ത്തിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ അടിപൊളി ബിസ്ക്കറ്റ് കൊണ്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ബിസ്ക്കറ്റും പാലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കേക്ക്. പിന്നെ എല്ലാവരുടെ വീട്ടിലും ബിസ്ക്കറ്റും പാലും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ബിസ്ക്കറ്റും പാലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കുട്ടികൾ വൈകിട്ട് 4 മണിക്ക് ചായയുടെ കൂടെ ഒക്കെ കേക്കൊക്കെ വേണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ലെയർ ചെയ്തിട്ട് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സിമ്പിളായിട്ടൊരു ടീ കേക്ക് ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ, നമ്മുടെ കേക്ക് സോഫ്റ്റ് ആണോ എന്ന് അറിയണ്ടേ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല സ്പോഞ്ചി പരുവത്തിൽ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം.
താങ്ക് യു.